ലയൺസ് ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ 2026-27 പ്രവർത്തന വർഷത്തിന് തുടക്കമായി. ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ചേർത്തല അഞ്ജലി ഹോമിൽ നടന്ന ചടങ്ങിൽ ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിലിന്റെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ രാജൻ നമ്പൂതിരി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു. ക്ലബിന്റെ പുതിയ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ എബ്രഹാം പഞ്ഞിക്കാരൻ നിർവഹിച്ചു. നന്മ ഭവനം പദ്ധതിയുടെ ഭാഗമായി ക്ലബ്ബ് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനവും ഓർഗാനിക് ഫാമിംഗും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ചേർത്തലയിലെ 2 സ്കൂളുകളിൽ ആരംഭിച്ചു. നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം, മാനസിക പിന്തുണ നൽകുന്ന പരിശീലനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം, മെഡിക്കൽ ക്യാമ്പുകൾ, പഠനോപകരണ വിതരണം തുടങ്ങി വിവിധ സാമൂഹിക സേവന പദ്ധതികൾ ഈ വർഷവും നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ അനിൽകുമാർ, കെ എ രാജു, ടോം ജോസഫ്, അഡ്വക്കേറ്റ് തരിയൻ കടവൻ, IC ടോമിച്ചൻ, ഡോക്ടർ മാത്യു ജോർജ്, VH ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു വീടിൻ്റെ താക്കോൽദാനം ആ വർഷം തുടങ്ങിയത്. ഇവിടെ ഒരു ഒഫീഷ്യൽ വിസിറ്റിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ. ഗവർണർ ആയ സമയത്ത് ഏകദേശം ഒരു 4 പ്രാവശ്യമെങ്കിലും ഞാനിവിടെ ഒരു പ്രോഗ്രാമിനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ 2 വീടിൻ്റെ കല്ലിടി ശിലാസ്ഥാപനത്തിനായിരുന്നു. 3ാമത്തെ വീടിന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് വരാനുള്ളൊരു അവസരമായതുകൊണ്ടാണോ ആ വീടിന് ഇത്രയും കാലവിളംബം വന്നതെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇന്ന് അതും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിൽ ഒത്തിരി സന്തോഷം. ഒരു പദവി ഏറ്റുവാങ്ങാനല്ല, മറിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഈ മഹത്തായ ക്ലബ്ബ് കഴിഞ്ഞ 59 വർഷം പൂർത്തീകരിക്കുകയാണ്. 1967 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അന്ന് തുടക്കം കുറിച്ച അന്നത്തെ പ്രസിഡന്റ് തരകൻ P. അവര എന്ന മഹത് വ്യക്തിത്വത്തിൽ പ്രസിഡൻ്റായ ഒരു കാലം മുതൽ ഈ നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്നത് നമ്മുടെ ലയൺസ് ക്ലബ്ബ് ഓഫ് ചേർത്തല.